നമ്മുടെ മീൻ വളർത്തലിന്റെ ചെറിയൊരു അപ്ഡേഷൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് എടുത്തിട്ടുള്ള ഈ ഗൗരാമീസിനൊക്കെ ഒരുവിധം എഗ്ഗ് ലോഡായിട്ടുണ്ട്. ഇതിന്റെ അകത്ത് 2 ഫീമെയിൽസും ഒരു മെയിലുമാണ് ഉള്ളത്. എന്തായാലും ഇവന്മാരെ അടുത്ത് തന്നെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ് ആഫ്രിക്കൻ മുഷീസിനെയാണ്. ഏകദേശം 10 കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ഡെഡായി പോയി, ബാക്കിയുള്ളവന്മാരെല്ലാവരും അതിന്റെ അകത്ത് കിടപ്പുണ്ട്. പിന്നെ മുഷിയുടെ വളർച്ച പറയണ്ടല്ലോ, പെട്ടെന്ന് വളരും. പിന്നെ ഈ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ പുതിയതായിട്ട് അടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ കുഞ്ഞന്മാരെയാണ്, അതായത് സ്ട്രിംസ്. യെല്ലോ സ്ട്രിംപിനെയാണ് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടേക്കുന്നത്. ഏകദേശം 6 പീസ് മേടിച്ചായിരുന്നു. വന്ന വഴിക്ക് തന്നെ ഒരുത്തൻ ഡെഡായിപ്പോയി. പിന്നെ ഇന്ന് രാവിലെ ഒരുത്തൻ ഡെഡായിപ്പോയി. ആ സങ്കടത്തിൽ ആകെ അങ്ങ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുമായിരുന്നു. തുടക്കത്തിലെ ഇതൊക്കെ അവസ്ഥയെങ്കിൽ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തൊരു കുഞ്ഞു കുടം ഉണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സംഭവം കണ്ടത്, ഒരു കുഞ്ഞിക്കാല്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു സ്ട്രിമ്പിന്റെ കുഞ്ഞാണ് അതെന്ന്. എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു നമുക്കറിയത്തില്ല. കാരണം നമ്മൾ കൊണ്ടുവന്നതിൻ്റെ അകത്ത് എഗ്ഗായ സ്ട്രിമ്പോ ബ്രീഡ് ആകാറായതോ ഒന്നും ഇല്ലായിരുന്നു. കൊണ്ടുവന്നതിൽ ഈ കുഞ്ഞും വന്നിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ വന്നെന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി കൊണ്ടുവന്നത് പോലും പെട്ടെന്നൊല്ലാം ബ്രീഡ് ആയതാണോ നമുക്കറിയത്തില്ല. സാധാരണ സ്ട്രിംസ് എഗ്ഗ് ഇങ്ങനെ കൊണ്ട് നടന്ന് ബ്രീഡ് ആക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ടുണ്ട്. കാരണം 2 ചത്തുപോയാലും ഇന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് അതിനകത്ത് കിടന്നു. സ്ട്രിംസിനെ നമ്മൾ ആദ്യമായിട്ടാണ് വളർത്തുന്നത് കേട്ടോ. അതുകൊണ്ട് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയായി. ഇനിയും കുറച്ച് സ്ട്രിംബ് എടുക്കാനുള്ള ആവേശം അങ്ങ് നല്ല രീതിയിൽ അങ്ങ് കൂടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തോട്ട് കുറച്ചും കൂടെ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ വെറൈറ്റി സ്ട്രിംബും പിന്നെ ക്രേഫിഷിനെയും കൂടെ നമ്മൾ ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ ബ്രീഡിങ്ങിന് എടുക്കാനാണ് നമ്മുടെ പ്ലാൻ. നിങ്ങൾ ആരെങ്കിലും സ്ട്രിംസിനെ വളർത്തുന്നവരോ ക്രേഫിഷിനെ വളർത്തുന്നവരോ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം, എങ്ങനെ ഇതിന്റെ ഫുഡ് കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ളത്, പിന്നെ ബ്രീഡിങ്ങിന് എന്തൊക്കെ നോക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ.